നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് നാലാം ഘട്ടത്തിന്റെ അവസാനമായി ഒമാനിൽ നിന്ന് ഏർപ്പെടുത്തിയ അധിക സർവീസുകൾക്ക് എയർ ഇന്ത്യ ഈടാക്കിയത് കഴുത്തറപ്പൻ നിരക്കെന്ന് പരാതി ഉയർന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തിനും ചെന്നൈയിലേക്കുമാണ് മസ്കറ്റിൽ നിന്ന് അധിക സർവീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സർവീസുകളുടെ എക്കണോമി ക്ലാസ് ടിക്കറ്റിന് 155 റിയാൽ വീതമാണ് ഈടാക്കിയിരുന്നത്. അമിതമായ നിരക്കിനെ തുടർന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല എയർ ഇന്ത്യയാണ് സർവീസ് നടത്തുന്നതെന്നും അതിനാലാണ് നിരക്ക് ഉയർന്നതെന്നുമാണ് ലഭിച്ച മറുപടിയെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു. ചെന്നൈക്കുള്ള വിമാനം ഇന്നും തിരുവനന്തപുരത്തിനുള്ളത് നാളെയുമാണ്. ചാർട്ടേഡ് വിമാനങ്ങളെക്കാളും ഉയർന്ന നിരക്കിനെ തുടർന്നാണ് യാത്ര ഒഴിവാക്കുന്നവർ അനവധി. ടിക്കറ്റ് ഒഴിവുണ്ടെന്നറിഞ്ഞ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിൽ ചെന്നപ്പോഴാണ് 155 റിയാലാണ് നിരക്കെന്ന് അറിയുന്നതെന്ന് റൂവിയിൽ കച്ചവട സ്ഥാപനം നടത്തുന്ന ആലപ്പുഴ സ്വദേശി വ്യക്തമാക്കുകയുണ്ടായി. നാട്ടിലെത്തേണ്ടത് അത്യാവശ്യമാണെങ്കിലും ഉയർന്ന നിരക്ക് കൊടുത്തു പോകാൻ പറ്റിയ സാഹചര്യവുമില്ല. ആയതിനാൽ തന്നെ യാത്ര ഓഗസ്റ്റ് ആദ്യത്തിൽ 114 റിയാൽ നിരക്കുള്ള ചാർട്ടേഡ് വിമാനത്തിലേക്ക് മാറ്റിയതായി ഇദ്ദേഹം പറഞ്ഞു. ഒമാനിൽ നിന്നുള്ള വന്ദേ ഭാരത് സർവീസുകൾക്ക് ഇതാദ്യമായാണ് ഇത്ര ഉയർന്ന നിരക്ക് ഈടാക്കുന്നത്. ചാർട്ടേഡ് വിമാനങ്ങൾക്ക് ഏറ്റവും ഉയർന്നത് 120 റിയാൽ വരെ ഈടാക്കുമ്പോഴാണ് എയർ ഇന്ത്യയുടെ കഴുത്തറപ്പൻ നിരക്ക്. ടെലിഫോണിൽ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ടിക്കറ്റ് എടുക്കാനെത്തിയ പലരും ഉയർന്ന നിരക്കിനെ തുടർന്ന് കൈവശം പണമില്ലാത്തതിനാൽ ടിക്കറ്റ് എടുക്കാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അടുത്ത ആഴ്ച ആരംഭിക്കുന്ന 5ാം ഘട്ട സർവീസുകൾക്ക് നിരക്ക് ഉയരുമോ എന്ന ആശങ്കയും മലയാളി സമൂഹം പ്രകടിപ്പിക്കുകയാണ്. ഒമാനിൽ നിന്നുള്ള വന്ദേ ഭാരത് സർവീസുകളുടെ എണ്ണം 100 കഴിഞ്ഞിരിക്കുന്നു. ബുധനാഴ്ചയിലെ മസ്കറ്റ് മുംബൈ വിമാനമായിരുന്നു 100ാമത്തേത്. വന്ദേ ഭാരത് വിമാനങ്ങളിലായി 17,130 മുതിർന്നവരും 272 കുട്ടികളുമാണ് നാടനഞ്ഞതെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു. മെയ് ആദ്യത്തിലാണ് ഒമാനിൽ നിന്ന് വന്ദേ ഭാരത് സർവീസുകൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ മസ്കറ്റിൽ നിന്നും സലാലയിൽ നിന്നുമായി 203 ചാർട്ടേഡ് വിമാനങ്ങളും സർവീസ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 36,000-ഓളം പേരാണ് ചാർട്ടേഡ് വിമാനങ്ങളിൽ മടങ്ങിയത്. വന്ദേ ഭാരത് ചാർട്ടേഡ് വിമാനങ്ങളിലായി ഇതുവരെ ഏതാണ്ട് 53,000-ലധികം ഇന്ത്യക്കാർ ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇതിൽ നല്ലൊരു പങ്കും കേരളത്തിലേക്കാണ് മടങ്ങിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.